പള്ളിപ്പുറം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവരം പ്രഭാഷണമുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. അന്നോട്ടതൊക്കെ കട്ട് ചെയ്തളയരുത്. സൂര്യപ്രകാശം വേണ്ടി ഇപ്പോൾ ജനിച്ച കുട്ടി ചിലപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പുറത്ത് കൊണ്ടുപോകാൻ ഹോസ്പിറ്റലിൽ നോക്കുമെങ്കിൽ ഒരാഴ്ചയ്ക്ക് മുമ്പെങ്കിലും 10 ദിവസത്തിനകം എന്തായാലും കൊണ്ടുപോകുന്നതായിരിക്കും. പക്ഷെ പുറത്ത് അന്തരീക്ഷം സൂര്യപ്രകാശത്തിന്റെ കൊള്ളുന്നത് നോക്കുകയും അത് സ്വീകരിക്കുന്ന പ്രാബല്യത്വം 28 മാസം മാതാപിതാക്കളെയും. അപ്പൊ അതാണ് പുതിയ ലോകം. അപ്പൊ അവരോട് നിങ്ങൾക്ക് ഈഗോ പാടില്ല. നിങ്ങൾ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാലൊന്നും അവർ അംഗീകരിച്ചു തരികയില്ല. ഏതായാലും ഇതാണ് സത്യം. നമ്മൾ അവിടെ ഒന്ന് പൊരുത്തപ്പെട്ട് കുറച്ചു കാലം മുൻപോട്ട് പോയാൽ ഈ അമ്മയെ നമുക്ക് അമ്മയാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. അതിന് പ്രയത്നിക്കേണ്ടത് പുതിയ പെൺകുട്ടികളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു, നമുക്ക് ഒരു ധനം കൊണ്ടൊക്കെ അപ്പം പിന്നിലാണെങ്കിൽ നമ്മൾ അപമാനിക്കും, ഇല്ലേ? അങ്ങനെയൊക്കെ അപമാനിച്ചാൽ ബന്ധുവിനെ അപമാനിക്കുന്നത് അവരെ കൊല്ലുന്നതിന് തുല്യമാണ്. ഇനി ഒന്നുകൂടി, ഈ രുക്മിണി നമുക്കെതിരെ പ്രവർത്തിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ അവൻ ശത്രുവായില്ല, അവന്റെ ബന്ധുത്വം അവൻ ഇല്ലാതെയാക്കി. അങ്ങനെ ബന്ധു മരിച്ചവനെ പിന്നെ കൊല്ലേണ്ട കാര്യമുണ്ടോ? നീ ചെയ്തൊട്ടും ശരിയായില്ല. എന്നിട്ട് ബ്രഹ്മാവിന്റെ ഒരു ധർമ്മം സ്മൃതിയിൽ പറഞ്ഞതാണല്ലോ ക്ഷത്രിയന്റെ ധർമ്മം. അതുകൊണ്ട് ബ്രഹ്മാവ് ഇങ്ങനെയൊക്കെ എഴുതി വെച്ചു, ക്ഷത്രിയൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പ്രവർത്തിക്കുന്നു എന്ന് ഒരു നിയമവും അങ്ങനെ പറഞ്ഞിട്ട് രുക്മിണിയെ ദേവിയെ നോക്കിക്കൊണ്ട് ഭഗവാൻ പറയുന്നു. അതാണ് നമുക്ക് ഉള്ള ഉപദേശം. രുക്മിണിയെ ദേവിയെ നോക്കിക്കൊണ്ട് രുക്മിണി, ഇവിടെ എഴുത്തച്ഛൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വ്യക്തത നമുക്ക് മൂലഭാഗവതത്തിൽ കാണാം. വിഷമ സ്വഭാവ, അല്ലയോ രുക്മിണി, നിനക്കിപ്പോൾ ഞങ്ങളോട് ദേഷ്യമുണ്ടാകാം, വിദ്വേഷമുണ്ടാകാം, ഇല്ലേ? ഉണ്ടാകാൻ സഹോദരനാണ്. ആ സഹോദരനെ അപമാനിച്ചിരിക്കുന്നു. നീ ഒരു കാര്യം ഓർക്കണം, സുഖവും ദുഃഖവും നൽകുന്ന അന്യനൊരുത്തനില്ല. സുഖദുഃഖതോ ച അന്യോസ്തി, സുഖദുഃഖതോ ച അന്യോസ്തി. സുഖവും ദുഃഖവും നൽകുന്ന അന്യനൊരുത്തനില്ല. യഥാ, എന്തുകൊണ്ടെന്നാൽ അവനവന്റെ കർമ്മഫലം അനുഭവിക്കുന്നവനാണ് ജീവൻ. സുഖദുഃഖതോ നജാന്യോസ്തി യഥ സുഹൃതമുക്ഭവാൻ. ഭവാൻ മനുഷ്യൻ, പുരുഷൻ, ജീവൻ അവനവന്റെ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നവനാണ്. അപ്പൊ ഇവിടെ രുക്മിണി അവമാനിക്കപ്പെട്ടുവെങ്കിൽ അതിന് കാരണം എന്താ? അവന്റെ കർമ്മദോഷമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് നമുക്ക് ഈ ഉപദേശം ജീവിതത്തിൽ എങ്ങനെ കടന്നു വരുമെന്ന് ചോദിച്ചാൽ
അപ്പോൾ നമ്മൾ ഇതുപോലെ എന്താണ് പെൺകുട്ടികളെ കുറിച്ച് പറയുന്നത്? അവരാണല്ലോ ഇപ്പോൾ ഭർത്തഗൃഹത്തിലേക്ക് പോകുന്നത്. അടുത്ത വെക്കേഷൻ എന്ന് പറയുന്നവരും ഒക്കെ ഉണ്ടാകും. എന്തുമാകട്ടെ, അല്ലാതെ നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആകുമ്പോഴൊക്കെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെ, ഭൗതികമായിരിക്കുന്ന ചില വശങ്ങളെ അല്പം മുമ്പ് നമ്മൾ ബലരാമദേവൻ പറയുന്നത് കേട്ടു. ബലരാമദേവൻ എപ്പോഴാണ് കടന്നു വന്നത്? രുക്മിണിയെ കവർന്നെടുത്തു ഭഗവാൻ. രുക്മി ശപഥം ചെയ്തുകൊണ്ട് പിന്നാലെ വന്നു, ഞാൻ ഇനി കുണ്ഡിനിയിലേക്ക് പ്രവേശിക്കുകയില്ല. ഈ കൃഷ്ണനെ കൊന്ന് എൻ്റെ സഹോദരിയെ കൊണ്ടുവരുവാൻ സാധിച്ചില്ല എങ്കിൽ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പ്രവേശിക്കുകയില്ല എന്ന കുണ്ഡിനം വൈദർഭം ആ ദേശത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ പോയി കണ്ണന്റെ പിന്നാലെ പോയി തേരിൽ നിന്നുകൊണ്ട് അവർ പരസ്പരം കണ്ടു, യുദ്ധം തുടങ്ങി. ആ യുദ്ധത്തിനൊടുവിൽ തേരിൽ നിന്ന് വലിച്ചിറങ്ങി ഭഗവാൻ ഇവന്റെ മുടിയിൽ കയറി പിടിച്ചു. രുക്മിയുടെ കഴുത്തറക്കുക ക്ഷത്രിയന്റെ പരാക്രമമാണ്. വാളെടുത്ത് ഓങ്ങിയപ്പോൾ രുക്മിയുടെ സഹോദരിയാകുന്ന രുക്മിണി ഭഗവാന്റെ പാദങ്ങളിൽ വീണു, എന്റെ സഹോദരനെ കൊല്ലരുത്. വീണു. ഭഗവാൻ ദേഷ്യം തീർക്കണമെന്നും ആകുകയില്ല. നമ്മൾ കുറച്ച് സമയം കൊടുക്കണം, നമ്മളത് പൊരുത്തപ്പെടട്ടെ. ഈ പുത്രന് അവകാശിയ നമ്മൾ പെട്ടെന്ന് ഈ പെൺകുട്ടികളും ഈ അവകാശം സ്ഥാപിക്കും എന്റെയാണ് എന്നുള്ള തരത്തില്. അതാണ് ഇവർ തമ്മില് ഈ അപകടമുണ്ടാകുന്നത്. നമ്മൾ ഈ സീരിയലൊക്കെ കാണും. സീരിയലിൽ പിന്നെ നമ്മൾ ഈ അല്പം മുമ്പ് പറഞ്ഞതുപോലെയല്ല, അവിടെ സർവാഭരണ വിഭൂഷിതങ്ങളായിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്നത് തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടാണ്. നമ്മളങ്ങനെയല്ല, കണ്ടാൽ ആളുകൾ പേടിച്ചു പോകും. എന്നാലും വഴക്കിന് രണ്ടുപേരും തുല്യരാ, അമ്മായിയമ്മയും മരുമകളും അല്ലെ. എന്തെങ്കിലും ഒരു ചെറിയ കാരണം ഉണ്ടാക്കും മരുമകളെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ, വഴക്കുണ്ടാക്കാൻ. കാരണം എന്താ? അവിടെ അവകാശ തർക്കമാണ്. അവകാശ തർക്കം കൊണ്ടാണ്, അല്ലാതെ മറ്റൊന്നുമില്ല. എന്തു ആയമ്മയാകുമ്പോ കാരണം എന്താ? ഈ നമ്മൾ കേട്ടിട്ടില്ലേ, പോലീസിന്റെ തൊപ്പി വെച്ചാൽ പിന്നെ സ്വഭാവം മാറും, കയ്യിൽ ലാത്തിയുണ്ടെങ്കിൽ സ്വഭാവം മാറും. എത്ര സാധുവാണെങ്കിലും അപ്പൊ വേറൊരു ഭാവം. അതുപോലെയാണ് ഈ അമ്മായിയമ്മ എന്നൊരു ഭാവത്തിലേക്ക് ആ ഉടുപ്പെടുത്ത് അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെന്നില്ലാത്തൊരു ഭാവമാണ്. മരുമകളും ആദ്യത്തെ ശത്രു ആണെന്ന് ചോദിച്ചാൽ അത് മരുമകളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് പൊസസീവ്നെസ്. നമ്മുടെ സൗന്ദര്യം പുറത്തു പ്രദർശിപ്പിക്കും. വീട്ടിലൊരു കൂറ നൈറ്റി വിട്ടിങ്ങനെ അല്ലെ, ഒന്ന് ചിന്തിച്ചു നോക്കണം. അങ്ങനെയാണ്. അപ്പോൾ എവിടെയാണ് എന്താണ് വേണ്ടത് എന്നുള്ളൊരു ചിന്തയില്ലാതെയാണ് നമ്മുടെ ഈ പോക്ക്. അപ്പൊ പറഞ്ഞു വന്നത് സത്സന്താന ലാഭമാണ് വിവാഹ ജീവിതത്തിന്റെ, ഗൃഹസ്ഥ ജീവിതത്തിന്റെ, ധർമ്മത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. അപ്പോൾ എന്തുകൊണ്ട് പഴയ കാലത്തൊക്കെ അമ്മമാര് പൊരുത്തപ്പെട്ട് പോയതുപോലെ ഇപ്പോഴുള്ള പെൺകുട്ടികൾക്ക് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് കാരണം എന്താ? അതിന് കാരണം അവർക്ക് ജോലിയുണ്ട്, അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ജോലിയുണ്ട്. ചിലപ്പോൾ ഈ വരനേക്കാളും ശമ്പളം കൂടുതൽ കാണാം. അപ്പൊ പിന്നെ നിന്റെ ഒരു ആവശ്യമില്ല എനിക്ക് രക്ഷയ്ക്ക് എന്നൊരു തോന്നൽ ഉള്ളത് കൊണ്ടും, പിന്നെയോ മനസ്സിൽ പല പല സങ്കല്പങ്ങളാണ്. എല്ലാ കാലത്തും പെൺകുട്ടികൾക്ക് അതുപോലെ ആൺകുട്ടികൾക്ക് സങ്കല്പം ഉണ്ടാകും. പക്ഷേ ഈ അല്പം മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ അപൂർവമായിട്ട്, അത്യപൂർവമായിട്ടൊക്കെ അങ്ങനെ ഒത്തുവരാറുള്ളൂ. അപ്പോ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഞാൻ വിചാരിച്ചത് അമ്മയെപ്പോലെ ഒരു അമ്മായി അമ്മയാണ്. ഒരു സ്ത്രീയും യൗവനയുക്തയായ ഒരു പുരുഷനും സ്ത്രീയും ചേർന്നുകൊണ്ട് ഈ ലോകത്ത് സൽസന്താനത്തിനെ നൽകുക. ലോകത്തിലേക്കാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വൃദ്ധാവസ്ഥയെ പ്രാപിക്കുമ്പോൾ നമ്മളെ പരിരക്ഷിക്കുക എന്നുള്ളൊരു കേവലമായിരിക്കുന്ന ഒരു ഉദ്ദേശമല്ല. അവിടെ ലോകത്തിന് സംഭാവന ചെയ്യുകയാണ്. എന്താ ലോകത്തിന് സംഭാവന ചെയ്യുക? നമ്മൾ പുറത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ചീത്ത കൊടുത്താൽ എങ്ങനെയായിരിക്കും? നല്ലതല്ലേ കൊടുക്കേണ്ടത്. അപ്പൊ നല്ല സന്താനം എന്നാണ് അതിനർത്ഥം. ലോകത്തിന് സംഭാവന ചെയ്യുക പറഞ്ഞാൽ സൽസന്താന ലാഭമാണ് വിവാഹത്തിന്റെ പരമമായിരിക്കുന്ന ലക്ഷ്യം. അതറിയാതെ പോകുന്നതുകൊണ്ടാണ് ഇന്ന് എന്തോ ഈ യൗവനകാലത്ത് ശരീരത്തിന്റെ തിളർപ്പ് തീർക്കാനാണ് പുരുഷനും സ്ത്രീയും ചേർന്ന് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ കഴിഞ്ഞ് മുൻപോട്ട് പോകുന്നത് എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എങ്ങനെയാ വിവാഹത്തിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെയാണ് നീയും ഞാനും, അല്ലേ, നീയും ഞാനും എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളതാണ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ കുറച്ച് കാലം കിട്ടും, കുറച്ച് കാലം കഴിഞ്ഞായിരിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാകുക. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ആദ്യം ഞാനും നീയും എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വിവാഹ ബന്ധം ഇപ്പോൾ ഒരാഴ്ച പോലും ആകണ്ട, ഏതാനും ദിവസങ്ങൾ, 1-2 ദിവസം കഴിയുമ്പോൾ തന്നെ നീയോ ഞാനോ ഈഗോയാണ്. ഈഗോ എന്താ? ഈഗോ എന്ന് പറഞ്ഞാൽ തന്നെ ഈശ്വരൻ പുറത്താകുന്നതിന്റെ അതിർവരമ്പാണ് ഈഗോ. ഇപ്പൊ സായിപ്പ പറഞ്ഞത് വെറുതെയല്ല, ഈശ്വരൻ പുറത്താകുന്നതിന്റെ അതിർവരമ്പാണ് ഈഗോ.